മാഷെ നമ്മള് കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞായിരുന്നു മസിലിനെ കുറിച്ച്. അപ്പൊ എന്റെ ഡൗട്ടും അത് തന്നെയായിരുന്നു, മസിൽ ലേഡീസിന് മസിൽ ഉണ്ടായി പോകുന്നു. ഒത്തിരി ഈ ബോയ്സിനെ പോലെ തന്നെ മസിൽ, അത് ഒത്തിരി വീഡിയോസിലും ഞാൻ കണ്ടിട്ടുണ്ട്. മസിലൊക്കെ ഇങ്ങനെ വന്ന പെൺകുട്ടികളൊക്കെ നല്ല സിക്സ് പാക്കും ബൈസെപ്സും ഉള്ള ലേഡീസിനെ സോഷ്യൽ മീഡിയ കാണുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ നിങ്ങളും ആയി പോകുന്നുള്ള ഒരു സംശയമാണ്. ഓക്കെ, അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയാണ്, ഒരു കാരണവശാലും ലേഡീസ് ജിമ്മിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ, വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവില്ല. അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലേഡീസ് എന്ന് പറഞ്ഞാൽ അവർ ഈ മസിൽ ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും, എത്ര കഷ്ടപ്പെട്ടായാലും എത്ര റിസ്ക് എടുത്തായാലും മസിൽ ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കര ക്രേസ് ഉള്ള ഒരു വിഭാഗം ലേഡീസ് ഉണ്ട്. അവർക്ക് നാച്ചുറൽ ആയിട്ട് അവർക്ക് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ, മെയിൽ ഹോർമോൺ കുറച്ച് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ താല്പര്യമുള്ളത് നമുക്കറിയാലോ, സമൂഹത്തിൽ കുറച്ച് പേർക്ക് അങ്ങനെ ആണുങ്ങളുടെ സൗണ്ട് കേൾക്കുക, അങ്ങനത്തെ ലേഡീസ്. അപ്പം അവർക്ക് എങ്ങനെയെങ്കിലും ആണുങ്ങളെ പോലെ ആവണം, ആണുങ്ങളുടെ മാതിരി മസിൽ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ക്രേസാണ്. അപ്പൊ അവർ അതിന് റിസ്ക് എടുത്തിട്ട്, റിസ്ക് ആണെന്ന് പറയാൻ പറ്റില്ല, എന്തായാലും ഒരു മെയിൽ ഹോർമോൺ, അതായത് ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ അഡീഷണൽ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുകയോ ടാബ്ലറ്റ് രൂപത്തിലോ കഴിക്കുകയോ ചെയ്യും. അപ്പൊ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ നാച്ചുറൽ ഒരു ലേഡീസിനുണ്ടാവേണ്ട ഹോർമോണിൽ ചേഞ്ച് വരും, പുരുഷ ഹോർമോൺ കൂടും. അങ്ങനെ വരുമ്പോൾ അവർ ജിമ്മിൽ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് നല്ല ഹെവി പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മസിൽ ആണുങ്ങളെ പോലെ ഏകദേശം അത്ര ആയില്ലെങ്കിൽ പോലും മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവും. അവർക്ക് സിക്സ് പാക്കും ബൈസെപ്സും ഷോൾഡറും എല്ലാം ആണുങ്ങളെ പോലെ അതേ ഏകദേശം അതുപോലെ ഉണ്ടാവും. അവരെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അതായത് ഇത് അല്ലാതെ സാധാരണ രീതിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹോർമോൺസ് ഉള്ള, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഏത് ഇപ്പൊ ഹോർമോൺ വേരിയേഷൻ ഉണ്ടായാൽ പോലും അഡീഷണൽ ആയിട്ട് ഹോർമോൺ എടുക്കാതെ, മെയിൽ ഹോർമോൺ എടുക്കാതെ ഓരോ ലേഡീസിനും, ലോകത്ത് ഒരാൾക്കും ആണുങ്ങളെ പോലെ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് സത്യം. ഞാൻ ഇത്രയും ഈ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. കാരണം ഇങ്ങനെയുള്ള പെണ്ണുങ്ങളാണ് ഈ ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിൽ തന്നെ 2-3 തരം മത്സരമുണ്ട്. ഫിറ്റ്നസ്, അതായത് മോഡൽ ഫിറ്റ്നസ് ഉണ്ട്, മോഡൽ ഫിസിക് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്. അവർക്ക് ഒരുപാട് മസിൽ പ്രൊജക്ഷൻ വേണ്ട. പക്ഷെ അതിനകത്ത് തന്നെ ബോഡി ബിൽഡിംഗ് മത്സരമുണ്ട് ലേഡീസിന്, അവർക്ക് നല്ല മസിൽ പ്രൊജക്ഷൻ വേണം. അപ്പൊ അവരൊക്കെ എല്ലാവരും ഇപ്പൊ ഞാൻ കുറ്റപ്പെടുത്തല്ല ചെയ്യണത്, അങ്ങനെ അഡീഷണൽ ആയിട്ട് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുന്നവർക്ക് മാത്രമേ ലേഡീസിന് അതിൽ മസിൽ പ്രൊജക്ഷൻ ഉണ്ടാവും. ഇപ്പൊ കാര്യം ക്ലിയർ ആയില്ലേ? അപ്പൊ ധൈര്യമായിട്ട് ചെയ്തോ. ഓക്കെ.